മണ്ഡല മകരവിളക്ക് സമയമാണെന്നറിയാം, സീസണാണെന്നറിയാം. എന്തായാലും തീർത്ഥാടനം തുടരുകയാണ്. 10 ദിവസം അല്ലെ, 10ാം ദിവസമാണ്. 10 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് എന്ന വാർത്തയാണ് അവിടെ നിന്നും MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ 65,000-ൽ താഴെ മാത്രം ഭക്തരാണ് ദർശനം നടത്തിയത്. പ്രതീഷ്, വെരി വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഭക്തജന പ്രവാഹമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ രീതിയിൽ തിരക്കിന് കുറവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ്, സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? സന്നിധാനത്ത് നിന്നുള്ള മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ശബരിമലയിൽ ആദ്യഘട്ടം മുതൽ തന്നെ നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ 65,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നും നിലവിൽ വലിയ തരത്തിലൊരു തീർത്ഥാടകരുടെ പ്രവാഹം ശബരിമലയിലേക്ക് ഇല്ല. ഇവ രാവിലെ നട തുറന്നത് മുതലുള്ള ഒരു ചെറിയ തിരക്ക് മാത്രമാണ് നിലവിൽ ശബരിമലയിലുള്ളത്. വലിയ എണ്ണം തീർത്ഥാടകർ നിലവിൽ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്നില്ല. കാരണം ഇന്ന് അവധി ദിവസമല്ല. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് അവധി ദിവസങ്ങളിലാണ്. ഈ വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത്. ഈ 80,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയ ദിവസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഏറ്റവും ഒരു കുറവ് ഈ ദിവസങ്ങളിൽ തീർത്ഥാടകർ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകർ ഇപ്പോഴും ശ്രീകോവിലിന് മുന്നിൽ കാത്തു നിൽപ്പുണ്ട്. 18ാം പടി കയറി അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ഒരു നിരയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ അയ്യപ്പ ദർശനം സാധ്യമായി ഇവർക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയും. കാരണം വലിയ ഒരു സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ശബരിമലയിൽ ഇല്ല എന്നതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഓരോ ദിവസവും വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 70,000 പക്ഷേ ഈ 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്യുമ്പോഴും അത്രത്തോളം തീർത്ഥാടകർ ആ ദിവസം വരാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ സ്പോട്ട് ബുക്കിംഗ് വഴിയും ഈ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാൽ അല്ലെങ്കിൽ അത്തരത്തിൽ വന്നാൽ തീർത്ഥാടനം സാധ്യമാകുമോ എന്നൊരു ആശങ്ക നിലവിൽ ഭക്തർക്കുണ്ടായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയത് എത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും സ്പോട്ട് ബുക്കിംഗ് വഴി അവർക്ക് ദർശനം നടത്താൻ കഴിയുമെന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്ന കാര്യം. അത്രത്തോളം തീർത്ഥാടകർ എത്തിയാൽ തന്നെയും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ സാധിക്കുമെന്നതാണ് പോലീസും അറിയിക്കുന്ന കാര്യം. ഈ 12 വിളക്കിന് ശേഷമാണ് ശബരിമലയിൽ സാധാരണ തിരക്ക് കൂടാറ്. ഇന്ന് 10ാം ദിവസം പിന്നിടുകയാണ്. 12 വിളക്കിന് ശേഷം അപ്പോൾ സന്നിധാനത്ത് നിന്നും MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം, തീർത്ഥാടകരുടെ എണ്ണം കൂടും എന്നാണ് നിലവിൽ പ്രതീക്ഷിനോട് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ?